ഹാൻഡിൽ വിത്ത് കെയർ എന്ന ഇനി ചില പേരുകൾക്ക് മുൻപിലും വാക്കുകൾക്ക് മുൻപിലും എഴുതി വെക്കേണ്ടി വരും. അതിൽ ചിലതാണ് നരേന്ദ്രമോദി, BJP, NDA, RSS, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടങ്ങിയവ. ഇത്തരത്തിലുള്ള പേരുകൾ പരാമർശിക്കണമെങ്കിൽ പ്രത്യേക അനുമതി വരെ നേടിയെടുക്കേണ്ടി വരും. ഇനി അഥവാ ഈ വാക്കുകൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ 4 മുഴം നീളത്തിൽ ഇക്കൂട്ടരെ ഇരുത്തി പുകഴ്ത്തിയാൽ മതി. മറ്റു നൂലാമാലകൾ ഒഴിവാക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും വിമർശിക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ IT മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം മെറ്റ കൂട്ടത്തോടെ നീക്കം ചെയ്തു വരികയാണ്. 2024 മാർച്ച് മുതൽ 2025 ജൂൺ വരെയുള്ള കാലയളവിൽ മാത്രം ഏകദേശം 1400ഓളം പോസ്റ്റുകളാണ് ഇത്തരത്തിൽ സെൻസർ ചെയ്യപ്പെട്ടത്. മോദിയെ പരിഹസിക്കുന്ന കാർട്ടൂണുകൾ, വിദേശ നയത്തിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുന്ന പോസ്റ്റുകൾ എന്നിവയെല്ലാം ഇത്തരത്തിൽ നീക്കം ചെയ്യപ്പെടുകയാണ്. കൂട്ടത്തിൽ ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടിയ സംഗീത് ഉപാധ്യായ എന്ന മാധ്യമ പ്രവർത്തകനും നോട്ടീസ് ലഭിച്ചു. സംഗീത് ഉപാധ്യായയുടെ ഡബിൾ ചെക്ക് എന്ന ഡിജിറ്റൽ വാർത്താ ചാനലിന് കമ്മീഷൻ അയച്ച നോട്ടീസിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ അദ്ദേഹം തന്നെ ഇപ്പോൾ വീഡിയോയിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ്. തന്റെ മാധ്യമ പ്രവർത്തന ജീവിതത്തിൽ ലഭിച്ച ആദ്യത്തെ നോട്ടീസാണിതെന്നും ഇതിനെ ഒരു ലവ് ലെറ്റർ എന്ന് വിശേഷിപ്പിക്കാനാണ് ഇഷ്ടമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടപടികളുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക രേഖയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഔദ്യോഗിക മുദ്ര പതിഞ്ഞത് സംബന്ധിച്ച് സംഗീത് പങ്കുവച്ച സോഷ്യൽ മീഡിയ പോസ്റ്റിനെതിരെയാണ് കമ്മീഷൻ ഇപ്പോൾ നടപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സ്ഥാനാർത്ഥികൾക്കെതിരെയുള്ള ക്രിമിനൽ കേസുകളുടെ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് കമ്മീഷൻ നൽകിയ ഒരു ഔദ്യോഗിക രേഖയിലാണ് വിവാദമായ BJP മുദ്ര പ്രത്യക്ഷപ്പെട്ടത്. ഇത് 2019 BJP കമ്മീഷന് സമർപ്പിച്ച ഒരു നിവേദനത്തിന്റെ പകർപ്പായിരുന്നു. ഈ രേഖ യാതൊരു പരിശോധനയുമില്ലാതെ കമ്മീഷൻ ഔദ്യോഗിക രേഖയായി മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് വിതരണം ചെയ്യുകയായിരുന്നു. ഈ വിവരങ്ങൾ സംഗീത് ഉപാധ്യായ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിരുന്നു. ഇതിന് പിന്നാലെ കേരള പോലീസിന്റെ സൈബർ വിഭാഗം വഴി അദ്ദേഹത്തിന് കമ്മീഷൻ നോട്ടീസ് അയക്കുകയായിരുന്നു. IT നിയമത്തിലെ സെക്ഷൻ 79 പ്രകാരം ഈ പോസ്റ്റ് ഉടൻ നീക്കം ചെയ്യണമെന്നാണ് നോട്ടീസിലെ പ്രധാന ആവശ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മനഃപൂർവ്വം അപമാനിച്ചുവെന്നും രാജ്യത്തെ സാമുദായിക സൗഹാർദ്ദം തകർക്കാൻ ശ്രമിച്ചുവെന്നുമാണ് സംഗീതിനെതിരെയുള്ള നോട്ടീസിൽ ആരോപിക്കുന്നത്. ഒരു ഔദ്യോഗിക രേഖയിലെ BJP മുദ്ര ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങനെയാണ് സാമുദായിക സൗഹാർദ്ദത്തെ ബാധിക്കുക എന്ന ചോദ്യമാണ് സംഗീത് ഉപാധ്യായ ഉയർത്തുന്നത്. സംഗീത് ഉപാധ്യായയ്ക്ക് ലഭിച്ച നോട്ടീസിൽ തന്നെ തങ്ങൾക്ക് സംഭവിച്ച ഒരു ക്ലറിക്കൽ പിശകാണ് ഇതെന്നും കമ്മീഷൻ സമ്മതിച്ചിട്ടുണ്ട്. ഒരു ഉദ്യോഗസ്ഥനെ പറ്റിയ മേൽനോട്ട പിശക് കാരണമാണ് BJP ഇതിൽ കടന്നുകൂടിയതെന്നാണ് കമ്മീഷന്റെ വിശദീകരണം. സ്വന്തം ഭാഗത്തുനിന്ന് തെറ്റുപറ്റിയെന്ന് സമ്മതിക്കുമ്പോൾ തന്നെ ആ തെറ്റ് ജനങ്ങളെ അറിയിച്ച മാധ്യമ പ്രവർത്തകനെതിരെ നടപടിയെടുക്കുന്നത് തികച്ചും വിരോധാഭാസമാണെന്ന് അദ്ദേഹം വീഡിയോയിൽ പറയുന്നു. നോട്ടീസിൽ കമ്മീഷൻ പറയുന്നത് ഈ രേഖ പിൻവലിച്ചതാണെന്നും അത് പ്രചരിപ്പിക്കുന്ന തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ കാരണമാകുന്നു എന്നുമാണ്. എന്നാൽ സ്വന്തം തെറ്റ് തിരുത്തിയെന്ന് പറയുന്ന കമ്മീഷൻ ആദ്യം ആ തെറ്റുണ്ടായതിനെക്കുറിച്ച് എന്ത് വിശദീകരണമാണ് നൽകാൻ ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. സർക്കാർ സംവിധാനങ്ങളെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും വിമർശിക്കുന്നവരെ നിശബ്ദരാക്കാൻ IT നിയമങ്ങൾ ആയുധമാക്കുകയാണെന്ന് സംഗീത് ആരോപിച്ചു. ഈ ചാനൽ പൂട്ടിച്ചാൽ താൻ തെരുവിൽ പോയി നിന്ന് സംസാരിക്കുമെന്നും ജയിലിൽ പോയാലും അവിടെ ഇരുന്ന് സത്യം വിളിച്ചു പറയുമെന്നുമാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. നോട്ടീസിൽ കമ്മീഷൻ തന്നെ പറയുന്നുണ്ട് ഈ രേഖ അശ്രദ്ധമായി ഉൾപ്പെട്ടതാണെന്ന്. അശ്രദ്ധമായി ഒരു വലിയ തെറ്റ് വരുത്തിയ കമ്മീഷൻ അത് ചൂണ്ടിക്കാണിച്ച മാധ്യമ പ്രവർത്തകൻ ക്രമസമാധാന നില തകർക്കാൻ ശ്രമിച്ചുവെന്ന് ആരോപിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് അദ്ദേഹം ചോദിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണിതെന്നും നീതി നടപ്പിലാക്കിയാൽ മാത്രം പോരാ, അത് നടപ്പിലാക്കിയെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും വേണം എന്ന തത്വം ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. നോട്ടീസിനെ ഉദ്ധരിച്ച് അദ്ദേഹം ചെയ്ത വീഡിയോയിൽ നോട്ടീസിന്റെ ഓരോ വരികളും അദ്ദേഹം വായിച്ചു കേൾപ്പിക്കുന്നുണ്ട്. അതിൽ കമ്മീഷൻ തന്നെ തങ്ങളുടെ പിശക് ആവർത്തിച്ച് സമ്മതിക്കുന്നുണ്ടെങ്കിലും മാധ്യമപ്രവർത്തകനെതിരെ നടപടി ആവശ്യപ്പെടുന്നത് അത്യന്തം വിചിത്രമായ കാര്യമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അദ്ദേഹത്തിന് പിന്തുണ നൽകിക്കൊണ്ടുള്ള പ്രതികരണമാണ് കാഴ്ചക്കാരുടെ ഭാഗത്തുനിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.